വിശിഷ്ട അതിഥിയാണ് കിട്ടിയിരിക്കുന്നത് ബാലസുബ്രഹ്മണ്യ സാറിനെയാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയിട്ട്, അദ്ദേഹം ഒരു കാഞ്ഞങ്ങാട് സ്വദേശിയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ സ്നേഹത്തോടെയും വിനയത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ബാലു സാർ. Okay. Thank you, madam. Thank you very much. First of all, I welcome each and everyone participating in this Zoom program. Welcome. ഇന്നത്തെ വിഷയം എന്റെ ആരോഗ്യം എന്റെ കൈകളിൽ എന്നാണെന്നുള്ള വിഷയമാണ്. പലരും ആലോചിക്കും, ഇപ്പൊ ആരുടെ അടുത്താ നമ്മുടെ ആരോഗ്യം ആരുടെ അടുത്താന്ന് ചോദിച്ചാൽ പലരെയും അത് ഡോക്ടറുടെ അടുത്താണ്. പക്ഷേ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രോഗത്തിന് ചികിത്സിക്കാത്തേ ഉള്ളൂ. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്പോക്രാറ്റസ്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്, അദ്ദേഹം പറഞ്ഞിരുന്നു ഭക്ഷണമാണ് മരുന്ന്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞതാണ് ഭക്ഷണമാണ് മരുന്ന്. എന്നാൽ ഇന്ന് മരുന്ന് ഭക്ഷണമായി മാറുന്ന ദയനീയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മരുന്നാണ് ഭക്ഷണം. ഒരു കൈക്കൊമ്പിൾ നിറച്ച് മരുന്നുകൾ എടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളെയാണ് നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലം എന്താണ്? ദ റിസൾട്ട് ഈസ് ദയനീയമാണ്. കാരണം വെച്ചാൽ നിത്യരോഗിയാകാം. അങ്ങനെ നാൾക്ക് നാൾ നിത്യരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം മരുന്ന് കഴിച്ചാണ് അവർ നിത്യരോഗം, ക്രോണിക്കലൈസേഷൻ എന്ന് പറയും. മരുന്ന് കഴിച്ച് കഴിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോ നിത്യരോഗിയാവും. അതോടുകൂടിയുള്ള മറ്റ് സൈഡ് എഫക്റ്റുകളുടെ കൊണ്ട് വീണ്ടും വേറെ രോഗങ്ങൾ വരും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്ന് സമൂഹത്തിലുള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ രോഗലക്ഷണം കാണുമ്പോൾ തന്നെ, രോഗലക്ഷണം കാണുന്നു വന്നത് ഒരു ചെറിയ തുമ്മലോ അല്ലെങ്കിൽ ഒരു തലവേദനയൊക്കെ വന്ന രോഗലക്ഷണം കാണുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം എന്ന ചിന്തയാണ് ബഹുഭൂരിപക്ഷം ആളുകളിലും ഇന്ന് നിലവിലുള്ളത്. ചെറിയ എന്തെങ്കിലും ഒരു സിംറ്റം കണ്ടാൽ മതി. എന്തുകൊണ്ടാന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് രോഗലക്ഷണം വരുന്നത് എന്ന് ചിന്തിക്കാനുള്ള സമയം അവർക്കില്ല. ഒരു തലവേദന വന്നാൽ ഉടനെ അവർ പോവുകയാണ്. മിക്കവാറും സ്ത്രീകളുടെയൊക്കെ ഹാൻഡ് ബാഗിലൊക്കെ ആസ്പിരിനോ അല്ലെങ്കിൽ അനാസിനോ അങ്ങനെയുള്ള നിരവധി മരുന്നുകൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. അതെടുത്ത് കഴിക്കും. ഈ 2018, 2019 കാലഘട്ടത്തിൽ 20 കാലഘട്ടത്തിലൊക്കെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് രക്ഷപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കോവിഡ് മഹാമാരി വന്നു, പാൻഡമിക്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു വീണത്. ഈയാമ്പാറ്റകൾ പോലെ മനുഷ്യർ ലോകത്ത് മുഴുവൻ മരിച്ചു വീഴുന്ന കാഴ്ച ദയനീയമായി കണ്ട് നിന്നവരാണ് ഇന്നത്തെ സമൂഹം. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എന്തൊരവസ്ഥയായിരുന്നു അത്. ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടതാണ്. ആ രക്ഷപ്പെട്ടതിന് ആ പ്രപഞ്ചശക്തിയോട് നമ്മൾ നന്ദി പറയണം. അത്രയും അപകടം പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. യഥാർത്ഥ ഒരു ചികിത്സയും നൽകാൻ ഭരണകൂടങ്ങൾക്കോ ആരോഗ്യ മേഖലക്കോ നൽകുവാനില്ലായിരുന്നു. ഒരു മരുന്നുമില്ല. അന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഭരണകൂടങ്ങളും ആരോഗ്യ മേഖലയും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ആ പാൻഡമിക് പീരീഡിൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത്.
ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഒരു ആശുപത്രിക്കോ ഒരു ഭരണകൂടത്തിനോ ഒരു ആരോഗ്യ മേഖലയ്ക്കോ നമ്മുടെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല. മറിച്ച് അവര് വേണമെങ്കിൽ രോഗത്തിന് ചികിത്സിക്കും. ആരോഗ്യം എന്നൊരു പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുശേഷമെങ്കിലും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുന്ന സംഭവമാണ് 2019 കാലത്തെ ലോകത്ത് നടന്നത്. അപ്പൊ ഇവിടെയാണ് എന്റെ ആരോഗ്യം എന്റെ കൈകൾ എന്ന വിഷയത്തിന്റെ പ്രാധാന്യം. ഇവിടെ നമ്മളത് അനുഭവിച്ചറിയുന്നത് 2019 ആ കാലഘട്ടത്തിലാണ്. നമ്മൾ ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഡോക്ടറുണ്ട്. അതിന്റെ പേരാണ് ഇമ്മ്യൂൺ പവർ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി. അതൊരു ഡോക്ടർ തന്നെ ജനിച്ചു വീഴുമ്പോ തന്നെ ഉള്ള ദ മൂമെന്റ് വെൻ വി ടേക്ക് ബർത്ത്, ആ സമയം മുതൽ നമ്മുടെ കൂടെ ഉള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉള്ളതാണ് ഈ ഇമ്മ്യൂൺ പവർ. ഇതിനെക്കുറിച്ച് ബോധമുള്ളവരായിരുന്നു 2-3 തലമുറയ്ക്ക് മുമ്പുള്ള മനുഷ്യർ. നമ്മളെക്കാൾ മുമ്പ് 2-3 തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞോ അറിയാതെയോ ഈ അവരുടെ രോഗപ്രതിരോധ ശക്തി അവർ ഉപയോഗിച്ചതായിട്ട് അവരുടെ ജീവിത ശൈലി ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. അപ്പൊ മോഡേൺ സയൻസ് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ നിരവധി വൈറ്റമിൻസും മിനറൽസും ധാതുക്കളും ആവശ്യം വേണമെന്ന് അവര് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത് പറഞ്ഞു. അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ലഭ്യമാണ്. ഇരുമ്പായാലും ശരി, ചെമ്പ്, സിങ്ക്, മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം എക്സെട്ര എക്സെട്ര, അങ്ങനെ നിരവധി മിനറൽസ്, അങ്ങനെ 100-ൽ കൂടുതൽ ധാതുക്കൾ മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ് എന്ന് മോഡേൺ സയൻസ് പറയുന്നു. ഇരുമ്പ് എന്ന ധാതുവിന്റെ കുറവുണ്ടായാൽ, അയണിന്റെ ഷോർട്ടേജ് വന്നാൽ, അയണിന്റെ ഡെഫിഷ്യൻസി വന്നാൽ രക്തക്കുറവിന് കാരണമാകും. നമുക്ക് എല്ലാവർക്കും അറിയാതെ അയൺ ഡെഫിഷ്യൻസി വന്നാൽ രക്തക്കുറവുണ്ടാവും. യാതൊരു സംശയം വേണ്ട, രക്തം കുറയും. അനീമിക്കാവും എന്ന് പറഞ്ഞാൽ വളർച്ച ഉണ്ടാവും. എല്ലാവർക്കും അറിയാം. കാൽസ്യം കുറഞ്ഞാൽ എല്ലുകൾക്കും പല്ലുകൾക്കും ബലക്കുറവുണ്ടാകും. അത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. കാൽസ്യം കുറഞ്ഞാൽ എല്ലും പല്ലിനും ഒക്കെ ബലക്കുറവുണ്ടാവും. ഈ കാൽസ്യം ആഗിരണം ചെയ്യാൻ മഗ്നീഷ്യം വേണം. സിങ്ക് ബ്രെയിനിന്റെ ഫങ്ഷൻ അത്യന്താപേക്ഷിതമാണ്. സിങ്ക് എന്നൊരു ഒരു ധാതു, അത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ധാതുവാണ്, ഒരു മിനറലാണ്. പണ്ടത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാര് വിളർച്ച വന്നാൽ, അതായത് ഇപ്പോഴത്തെ അനീമിക് എന്ന് പറയുന്ന ആ അവസ്ഥ വന്നാൽ അവർക്ക് ചീര കൊടുക്കുമായിരുന്നു. ഈ ചീരയില് ധാരാളം ഇരുമ്പ്, എല്ലാവർക്കും അറിയാം ചീരയിൽ ഇരുമ്പുണ്ട്. ആ ഇരുമ്പ് തന്നെ നല്ലപോലെ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണ് ഈ ചീര നടന്നത്. സൂര്യപ്രകാശവും ഏറ്റവും കൂടുതൽ എവിടെ ഈ ചീരയ്ക്ക് ലഭിക്കുന്നു അത്തരത്തിലുള്ള ചീരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നടുവുള്ളൂ. സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് ചീരയിൽ ഇരുമ്പിന്റെ അംശം കുറവായിരിക്കും. അപ്പൊ സൂര്യപ്രകാശത്തിൽ വളരുന്ന ചീരയിൽ കൂടുതൽ ഇരുമ്പിന്റെ അംശം ഉണ്ടാകുന്നത് കാരണം ധാരാളം സൂര്യപ്രകാശത്തിൽ നിന്ന്, കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി ആണ്, നമുക്കറിയാം. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ ഈ ഭൂമിയിലുള്ള ഇരുമ്പ് ഈ ചീരയ്ക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അത് സൂര്യപ്രകാശത്തിന് കിട്ടുള്ളൂ. ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന സൂര്യപ്രകാശത്തിനാണ്. വൈറ്റമിൻ ഡി ലഭിക്കുന്ന ചീരയ്ക്ക് ഭൂമിയിലുള്ള ഇരുമ്പ് വലിച്ചെടുക്കാൻ സാധിക്കില്ല.
ഇതൊന്നും അറിഞ്ഞിട്ടല്ല, ഇതിന്റെ സയന്റിഫിക് പ്രൊപ്പോർഷൻ ഒന്നും അറിഞ്ഞിട്ടല്ല പഴയ ആൾക്കാർ ഇത് കഴിച്ചത്. പക്ഷെ അവരത് അറിഞ്ഞിരുന്നു. പ്രാക്ടിക്കലായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ, അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ച പാഠം, അനുഭവ പാഠങ്ങളിൽ നിന്നാണ്. അതാണ് അവരുടെ സയൻസ്. അവിടുന്ന് മനസ്സിലാക്കിയ അറിവുകൾ കൊണ്ടാണ് അവരത് ചെയ്തത്. അപ്പൊ പഴയ തലമുറക്കാര് വിളർച്ച ബാധിച്ചവർക്കൊക്കെ ചീര കൊടുത്ത് അറിയാം. ഈ പഴമക്കാര്, അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെ മുരിങ്ങയില ധാരാളം കഴിക്കുമായിരുന്നു. മുരിങ്ങയില പഠനങ്ങൾ പറയുന്നത് ചീരയേക്കാൾ 25 ഇരട്ടി ഇരുമ്പ് മുരിങ്ങയിലുണ്ടെന്നാണ്. നമ്മൾ ചീരയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇരുമ്പിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ ചീരയാണ്. പക്ഷെ മുരിങ്ങയില് 25 ഇരട്ടി ഇരുമ്പ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. മാത്രമല്ല മുരിങ്ങയില വേറെ പ്രത്യേകത, തൈരിൽ ഉള്ളതിനേക്കാൾ 9 ഇരട്ടി പ്രോട്ടീൻ ഉണ്ട് മുരിങ്ങയില്. തൈരിലുള്ളതിനേക്കാൾ 9 ഇരട്ടി പ്രോട്ടീൻ ഉണ്ട്. പാലിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം ഉണ്ട് ഏത് മുരിങ്ങയിലല്ലേ. പാലിൽ നിന്ന് കിട്ടുന്ന കാൽസ്യത്തിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, ക്യാരറ്റില് ഉള്ള വൈറ്റമിൻ എയിൽ 10 ഇരട്ടി വൈറ്റമിൻ എ ഏതിലുണ്ട്? മുരിങ്ങയിലുണ്ട്. ഏതാണ്ട് ഓറഞ്ചിനേക്കാൾ 7 ഇരട്ടി വൈറ്റമിൻ സി ഉണ്ട്. ഇതൊക്കെ ഇന്നത്തെ പഠനങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ആ ശാസ്ത്രീയ പഠനങ്ങളിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടല്ല. അവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ അറിവുകള്, അവരുടെ അനുഭവത്തിന്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന അനുഭവങ്ങള്, അതിന്റെ വെളിച്ചത്തിലാണ് അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടത്തെ അമ്മൂമ്മമാര് ഈ ഗർഭിണികളായ സ്ത്രീകളോട് വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടി വെയിലത്ത് നിന്ന് ചവച്ചിറക്കാൻ പറയുമായിരുന്നു. അതായത് വെറ്റിലയില് ചുണ്ണാമ്പ് പുരട്ടി വെയിലത്ത് നിന്ന് ചവച്ചിറക്കാൻ പറയും. അപ്പോ അവര് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, അവർ വിശ്വസിച്ചിരുന്ന അവരുടെ അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ ആ സ്ത്രീക്ക് മുലപ്പാൽ ഉണ്ടാവും. ആ സ്ത്രീയുടെ ഉണ്ടാവുന്ന കുട്ടിക്ക്, ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് എല്ലുകൾക്ക് ബലം ഉണ്ടാവും. ഇതാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പഠനങ്ങൾ പറയുന്നത് വെച്ചാൽ അത് തന്നെ അത് റെക്ടിഫൈ ചെയ്യണം. വെറ്റിലയിൽ ധാരാളം മഗ്നീഷ്യം ഉണ്ടെന്നാണ്. കാൽസ്യം ദഹിക്കണമെങ്കിൽ മഗ്നീഷ്യം വേണം. അതുപോലെ വൈറ്റമിൻ ഡി വേണം, അത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കും. അപ്പൊ വെറ്റില മഗ്നീഷ്യം ഉണ്ട്, അതിൽ പുരട്ടിയിരിക്കുന്ന ചുണ്ണാമ്പിൽ കാൽസ്യം ഉണ്ട്. അത് ദഹിക്കണമെങ്കിൽ എന്ത് വേണം? മഗ്നീഷ്യം കിട്ടി, സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡിയും കിട്ടി. അങ്ങനെ ആ ഗർഭിണിക്ക് ചുണ്ണാമ്പ് കാൽസ്യമാണ് ധാരാളം മുലപ്പാലും ഗർഭശിശുവിന് എല്ലിന് ബലവും ഉണ്ടാവും എന്ന് പണ്ടത്തെ ആൾക്കാർ വിശ്വസിച്ചിട്ട് പേര് ചെയ്തു. അതിന്ന് സയന്റിഫിക്കലി പ്രൂവ്. വെറ്റിലയിൽ ധാരാളം മഗ്നീഷ്യം ഉണ്ടെന്നാണ്. മഗ്നീഷ്യവും വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം ദഹിക്കുള്ളൂ. അപ്പൊ മുരിങ്ങയിലയില് അതുമാതിരി തന്നെ നേന്ത്രപ്പഴത്തിലുള്ളതിനേക്കാൾ 15 ഇരട്ടി പൊട്ടാസ്യം ഉണ്ടെന്നാണ്. പൊട്ടാസ്യത്തിന്റെ ഒരു ഗുണം എന്താ? നമുക്ക് ഈ ഹൈപ്പർ ടെൻഷനൊക്കെ വരുന്ന, അല്ലെങ്കിൽ പ്രഷർ കൂടി എന്നൊക്കെ പറയുന്നതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം സോഡിയം കൂടുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിന്റെ അംശം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രഷർ ലെവൽ കൂടും. അപ്പോ അതിനെ മറികടക്കാൻ നമ്മളെന്താ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നറിയോ? ഉപ്പ് കുറയ്ക്കും. ഉപ്പ് കുറയ്ക്കുന്ന പറഞ്ഞാൽ എന്തൊക്കെയാ അവർ കുറയ്ക്കുന്ന? അച്ചാറുകൾ ഒഴിവാക്കും, പപ്പടം ഒഴിവാക്കും, ഉണക്കമീൻ ഒഴിവാക്കും, ഉപ്പ് മൊത്തത്തിൽ കുറയ്ക്കും, കോഫി ഒഴിവാക്കും. ഇതൊക്കെയായിരുന്നു. മദ്യം ഒഴിവാക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
പ്രഷർ കുറയും എന്നാണ് പണ്ടത്തെ കാല അനുഭവത്തിൽ മനസ്സിലാക്കിയത്. പകരം അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഏത്തപ്പഴം, ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി, മുരിങ്ങയില, മുരിങ്ങയ്ക്ക, അതുപോലെ കരിക്കിന്റെ വെള്ളം, അതിലൊക്കെ പൊട്ടാസ്യം ഉണ്ട്. ഈ പൊട്ടാസ്യം ദഹിക്കണമെങ്കിൽ സോഡിയം വേണം. അപ്പൊ സോഡിയം നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ് പ്രഷർ കൂടുന്നതെന്ന് പല കാരണങ്ങളിലൊന്നതാണ്. അപ്പൊ പൊട്ടാസ്യം ദഹിക്കണമെങ്കിൽ എന്ത് വേണം? സോഡിയം വേണം. ഈ സോഡിയം സാക്കി അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഷർ താനെ താഴത്തേക്ക് വരും. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന മോഡേൺ ആയിട്ടുള്ള അറിവൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഇതൊക്കെ ചെയ്തിരുന്നു. ഈ പണ്ടത്തെ ആൾക്കാര് പഴമക്കാർ എന്ന് പറയാം നിലക്കടല കഴിക്കുവാൻ. ഗാന്ധിജിയൊക്കെ സ്ഥിരമായിട്ട് നിലക്കടല കടിച്ചതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതിൽ മികച്ച രീതിയിൽ പ്രോട്ടീൻ ഉണ്ട്, റിച്ച് പ്രോട്ടീൻ എന്നാണ്. സാധാരണക്കാരന്റെ കാഷ്യൂവിന്റെ തുല്യമാണ്, കശുവണ്ടിക്ക് തുല്യമാണ്. സാധാരണക്കാരന്റെ കശുവണ്ടിക്ക് തുല്യമാണ്, സാധാരണക്കാരന്റെ കശുവണ്ടിക്ക് തുല്യമാണ് ഈ നിലക്കടല. അതിന്റെ ഫാറ്റോ നല്ല ഫാറ്റാണ്. നല്ല ഫാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ് ഫാറ്റ് ഇല്ലാന്ന് അർത്ഥം. ഈ ട്രാൻസ് ഫാറ്റ് ആണല്ലോ നമുക്ക് ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണം. കൊഴുപ്പിൽ വരുന്ന മോശമായിട്ടുള്ള കൊഴുപ്പ് അതല്ല ഇതിലുള്ളത്. ഇതിലുള്ളത് ഗുഡ് ഫാറ്റ് ആണ്. വൈറ്റമിൻ ബി ഉണ്ടെന്ന് ഇപ്പൊ പഠനം പറയുന്നു, ഫോസ്ഫറസ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്. കോപ്പർ എന്ന മിനറല് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ഒരു ധാതുവാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ വെള്ളമൊക്കെ കുടിച്ചിരുന്നത്, അല്ലെ വെള്ളം സൂക്ഷിച്ചു വെച്ചിരുന്നത് ചെമ്പുകുടത്തിലാണ്. പിന്നീടാണ് അതൊക്കെ മാറി. ചെമ്പുകുടത്തിൽ കുടിക്കുന്ന ഒരാൾക്ക് കോപ്പർ പ്രത്യേകിച്ച് കിട്ടണമെന്നില്ല, അതിനകത്ത് നിന്ന് കിട്ടാം. വെള്ളം കൂടി നമുക്ക് ചെമ്പിന്റെ അംശം കിട്ടും. പണ്ട് ചീനിച്ചട്ടി എങ്ങനെയായിരുന്നു? ഇരുമ്പിന്റെ ചീനിച്ചട്ടി. പലപ്പോഴും അതിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തിന് ആ ഇരുമ്പിന്റെ ഒരു അംശം നമുക്ക് ആ ഭക്ഷണത്തിൽ കൂടി ലഭിക്കുമായിരുന്നു. ഇന്നതൊക്കെ മാറി. പിന്നെ അലുമിനിയം ആയി, അതുപോലെ തന്നെ മറ്റു ചില ഉടുപ്പിയാണ് പാത്രങ്ങളിലാണ് വരുന്നത്. അപ്പൊ ഇരുമ്പില്ല, ഇരുമ്പിന്റെ അംശം കുറവാണ്. സ്വാഭാവികമായിട്ട് ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ രക്തം കുറയും, രക്തം കുറയുമ്പോൾ അനീമിക് ആവും. അപ്പൊ കോവിഡ് കാലത്ത് രോഗികൾക്ക് നൽകുന്ന ഏക മരുന്ന് വൈറ്റമിൻ സി ആയിരുന്നു. വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ് ഈ കോവിഡ് കാലത്ത് ഒരു കൊടുത്തിരുന്നത് രോഗികൾ കൊടുത്തു. വേറെ ഒന്നുമില്ല കൊടുക്കാനായിട്ട്. എന്തിനാ വൈറ്റമിൻ സി കൊടുത്തിരുന്നത്? നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നത് പുറത്തുള്ളതല്ല, നമ്മുടെ അകത്ത് തന്നെ നമ്മളെ ജനിച്ചു വീഴുമ്പോ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ് വൈറ്റമിൻ സി, പ്രതിരോധ ശക്തി എന്നാണ്. അത് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ കഴിച്ചാൽ കൂടിയാണ് ആ പ്രതിരോധ ശക്തി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പണ്ട് മുതലേ വൈറ്റമിൻ സി കുറിച്ചുള്ള ഗവേഷണം നടന്നിരുന്നു. ഈ കപ്പൽ യാത്ര ചെയ്ത്, കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ കൊളംബസും വാസ്കോഡിഗാമയും അതുപോലെ ക്യാപ്റ്റൻ കുക്കൊക്കെ ഇവരെ പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ, പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ദീർഘകാലം കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു പണ്ട്. കൊളംബസിനെയൊക്കെ പറഞ്ഞ് അയച്ചത് സ്പെയിനിലെ രാജ്ഞിയാണെന്നാണ് പറയുന്നത്. വളരെ റിച്ച് ആയിരുന്നു അവര്. പുതിയ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് അമേരിക്ക കണ്ടുപിടിക്കാനാണ്, ഇന്ത്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞു വിട്ടത്. പക്ഷെ അമേരിക്കയിലാണ് എത്തിയത്. അപ്പൊ പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് കപ്പലിൽ യാത്ര പുറപ്പെട്ട് അവരനുഭവിച്ച ദുരിതം ദയനീയമായിരുന്നു. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവർക്ക് സ്കർവി എന്ന രോഗമുണ്ട്. സ്കർവി എന്ന രോഗം എന്ന് വെച്ചാൽ പല്ലുകളുടെ മോണ നശിക്കും, പല്ല് പൊഴിയും, ശരീരം മെലിയും, അവസരായവരും മരിക്കും. അങ്ങനെ നിരവധി നാവികർ എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ കുക്ക്
ഓസ്ട്രേലിയ കണ്ടുപിടിച്ച ക്യാപ്റ്റൻ കുക്ക്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വെസൽ ഒരു ദ്വീപിന്റെ അടുത്ത് എത്തി, ഒരു ദ്വീപിലെത്തി. അവിടെ ആ ദ്വീപിൽ അവരടുത്തു. ദ്വീപിലുള്ള ആദിവാസികൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ കൊടുത്തത് വെള്ളമായിട്ട് കൊടുത്തത് നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം അവർ സ്ഥിരമായിട്ട് അവിടുന്ന് 1-2 ആഴ്ച അവിടുന്ന് കുടിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ സ്കർവി രോഗത്തിന് ശമനം കണ്ടു തുടങ്ങിയത്. പലരുടെയും സ്കർവി രോഗത്തിന്റെ ആരംഭത്തോടു കൂടി അല്ലെങ്കിൽ അതിന്റെ മൂർച്ഛ അവസ്ഥയിൽ ആ ദ്വീപിലെത്തിയവരുടെയൊക്കെ സ്കർവി രോഗത്തിന് ശമനം കണ്ടു തുടങ്ങിയതാണ്. അതിന് ഈ നാരങ്ങ വെള്ളം അവരെ സഹായിച്ചു. അതിനുശേഷം അവർ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവർ നടത്തിയ ഗവേഷണത്തിന്റെ ഫലമായിട്ട് കണ്ട പഠനങ്ങൾ എന്താ വെച്ചാൽ, വൈറ്റമിൻ സി ഈ നാരങ്ങയിൽ ഒരുപാടുണ്ട്. ഈ വൈറ്റമിൻ സി ആണ് രക്തധമനികളിൽ രക്തം കട്ട പിടിക്കുന്നതിനെ തടയുന്നതിനും ഫൈലേറിയാസ്, ഫ്ലൂ, അതുപോലെ മലമ്പനി എന്നിവയ്ക്കൊക്കെ വൈറ്റമിൻ സി ഗുണപ്രദമാണെന്ന് ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചു. അപ്പൊ ഇതൊക്കെ പണ്ടത്തെ ആളുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തിരുന്നവർക്ക് ഗുണം കിട്ടിയിരുന്നു. പക്ഷെ അതിന്റെ ശാസ്ത്രീയ വശത്തെ കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് വൈറ്റമിൻ സി ഈവൻ രക്തധമനികളിൽ രക്തം തടയാൻ ശേഷിയുണ്ട് വൈറ്റമിൻ സിക്ക്. അതുപോലെ ഫൈലേറിയാസ് എന്ന രോഗം, മന്ദരോഗം, ഫ്ലൂ, മലമ്പനി എന്നിവയ്ക്കൊക്കെ വൈറ്റമിൻ സി ഗുണപ്രദമാണെന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ ഇവിടെ ഒരു സംഭവമുണ്ട്. അതായത് തലശ്ശേരിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു കസിൻ, അദ്ദേഹം നല്ല രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിലൊക്കെ നല്ല കഴിയും. അദ്ദേഹം കാറ്ററിംഗ് നടത്തുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ പ്രോഡക്ട്സിനെ കുറിച്ച് അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നല്ല പരിചയമുണ്ട് പ്രോഡക്ട്സ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു കസിൻ സൗദി അറേബ്യയിൽ വന്ന് കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് പോകാൻ 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഒരു പനി വന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒരു ഡെങ്കിപ്പനിയാണ്, നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ സ്വെല്ലിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ 15 ദിവസം അഡ്മിറ്റ് ചെയ്യണം. അപ്പൊ അയാൾ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാൻ ഇപ്പൊ തന്നെ വന്നത് വളരെ പാടുപെട്ടൊരു ലീവ് എടുത്തിട്ടാണ്. തിരിച്ച് ഞാൻ 3 മാസത്തിനുള്ളിൽ അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്റെ ജോലി പോകും. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ആശുപത്രിയിൽ കിടന്നില്ലെങ്കിൽ നിങ്ങൾ മൂർച്ഛിക്കും, വലിയ പ്രശ്നമാവും. പക്ഷെ അയാൾ അതൊന്നും കേട്ടില്ല. അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ അയാളുടെ ഉമ്മാങ്ങടൊക്കെ പറഞ്ഞു, അല്ല ഇങ്ങനെയാണ് സംഭവം. നീ ഇതിനെ പേടിക്കുന്ന റഫാത്ത് കുറെ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് തന്നിട്ട് കുറെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നീ അവനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം നമ്മുടെ നോനിയും ഈ വൈറ്റമിൻ സി, അതായത് അമലയും വൈറ്റമിൻ സി ആണല്ലോ അമല, അത് അദ്ദേഹത്തിന് കൊടുത്ത് എത്ര വെച്ചാന്നറിയാം? 3 നോനി 3 അങ്ങനെ 6 പെൻസിൽ 3 നേരം കൊടുത്തു. അത് അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. ഒരു 2-3 ദിവസമായിട്ട് ഒരു വിവരമില്ല. 4-ാമത്തെ ദിവസം കൊണ്ട് ഇയാൾക്ക് ഒരു ഫോൺ വരുന്നു അബുദാബിന്ന്. റഫാത്തിക്ക, ഞാൻ എങ്ങനെയാ നന്ദി പറയണമെന്ന് അറിയില്ല, ഞാനിപ്പോ ഇവിടെ സൗദി അറേബ്യയിൽ എത്തി ജോലിക്ക് കയറി, എന്റെ പനിയൊക്കെ മാറി കേട്ടോ, എങ്ങനെയാ നന്ദി പറയാൻ? അപ്പൊ യൂസ് ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഇമ്മ്യൂണിറ്റി പവർ കൂടുന്തോറും രോഗപ്രതിരോധത്തിൽ വർദ്ധിക്കുമ്പോൾ ഏത് രോഗത്തിനും ചെറുക്കാനുള്ള ശേഷി നമ്മുടെ ബോഡിക്ക് തന്നെ കിട്ടും. അതാണ് അതിന്റെ. അപ്പൊ വൈറ്റമിൻ സി ഞാൻ ഇവര് ഈ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചിട്ട് ഈവൻ രക്തധമനികളിലുള്ള രക്തം കട്ട പിടിക്കുന്നതിന് ഫൈലേറിയാസിസ് പോലുള്ളതിനൊക്കെ വളരെ ഉത്തമമാണെന്ന് ആ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് ധമനികളിലെ പ്ലാക്ക് മാറുവാൻ, അതായത് നമ്മുടെ രക്തക്കുഴലിലെ പ്ലാക്ക്, ചെതമ്പലുമാലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബ്ലോക്ക്, അത് മാറാൻ വൈറ്റമിൻ സി കൂടുതൽ അളവിൽ കൊടുക്കുവാനായിട്ട് തുടങ്ങി. വൈറ്റമിൻ സി ഒരു പ്രധാന, ഈ ബ്ലോക്കൊക്കെ മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ ആൾക്കാര് നെല്ലിക്കയും നാരങ്ങയും
ധാരാളം ഉപയോഗിച്ചതായിട്ട് കാണാം. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ കാർഡിയോവാസ്കുലർ ഹെൽത്ത് അവരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അവർ പോയിക്കൊണ്ടിരിക്കും. ഇന്നത്തെ പോലെ കുഴഞ്ഞു വീണ് മരിക്കലോ ഹാർട്ട് അറ്റാക്ക് വരലോ ബ്ലോക്ക് വരലോ ഇതൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവരൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇതൊക്കെയാണ്, നെല്ലിക്കയും അതുപോലെ നാരങ്ങയും, കാരണം ഒരുപാട് വൈറ്റമിൻസ് ചെയ്യാനകത്തുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ അറിയുമോ? ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഒരു നിത്യസംഭവമാണ്. കഴിഞ്ഞ ഇലക്ഷനില് പത്രത്തിൽ വന്ന റിപ്പോർട്ട്, ഏതാണ്ട് 69 പേര് അന്നത്തെ ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു. അതിൽ പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് പുറത്തായെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഇലക്ഷൻ ആയതുകൊണ്ടാണ് അതിൽ ശ്രദ്ധ വന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതേമാതിരി 69-100 ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്, ആരും അറിയുന്നില്ലത്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠന റിപ്പോർട്ടിൽ പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. അപ്പൊ വൈറ്റമിൻ സി, നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, ഇതൊക്കെ വൈറ്റമിൻ സി മുതലായവ അളവിൽ കൂടുതൽ കഴിക്കുന്നു. എന്താ ചെയ്യുന്നത്? അത് ഈ പ്ലാക്കിനെ അലിയിച്ച് കളയാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ വൈറ്റമിൻ ഡി റെഗുലറായി ഉപയോഗിക്കുന്നു, റെഗുലറായിട്ട് വൈറ്റമിൻ ഡി ഉപയോഗിക്കുന്നു. അതുപോലെ വൈറ്റമിൻ സി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. ഫോളിക് ആൻഡ് അയൺ, അതുപോലെ കോക്യൂട്ടൻ, ഫ്ലാക്സ് ഓയിൽ അല്ലെങ്കിൽ ക്രിൽ ഓയിൽ കഴിച്ചാൽ നിങ്ങളുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. പെട്ടെന്ന് കുഴഞ്ഞു വീണോ മരിക്കില്ല, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും. ഇതൊക്കെ എന്താ, നമ്മളിപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സപ്ലിമെന്റ്സ് ഒക്കെ വരുന്നു, മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഈ നെഞ്ചുവേനൊക്കെ വന്നാലും ഈ ആദിവാസികളൊക്കെ ചെയ്തിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. എന്താ വെച്ചാൽ ഈ പാളയൻകോടൻ ഉണ്ട്. പാളയൻകോടൻ എന്ന് പറഞ്ഞാൽ മൈസൂർ പഴം. മൈസൂർ പഴത്തിന്റെ കൊല ഇങ്ങനെ വരും, അതിന്റെ കൂമ്പുണ്ട് കുടപ്പന്, അവിടെ ഒടിക്കുക, കുറച്ച് കറ കിട്ടും. ആ കറ ഡൈല്യൂട്ട് ചെയ്തിട്ട് രാവിലെ കഴിക്കുക. തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഡൈല്യൂട്ട് ചെയ്യും. പിറ്റേ ദിവസം വന്ന് ആ വടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് വീണ്ടും ടാപ്പ് ചെയ്യുക, റബ്ബർ ടാപ്പ് ചെയ്യുന്ന മതി. അപ്പോഴും കറ കിട്ടും. 10-14 ദിവസം കറ കിട്ടും. ഇങ്ങനെ കറ കിട്ടിയാൽ നിങ്ങളുടെ രക്തധമനികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ബ്ലോക്കുകൾ അലിഞ്ഞു പോകും എന്ന് അവർക്ക് അതിന്റെ ഇതൊന്നുമില്ല. പക്ഷെ നെഞ്ചുവേനൊക്കെ വന്ന് അവർ കൊടുത്തിട്ടതാണ് ഭയങ്കര റിസൾട്ട് ഉള്ളൊരു. ഇപ്പൊ പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ ചെയ്തിരുന്നു. ഇന്ന് നേരെ തിരിച്ച് നിങ്ങൾ അവിടെ ചെന്നാൽ ഉടനെ ആൻജിയോഗ്രാം എടുക്കലായി, പിന്നെ ആൻജിയോപ്ലാസ്റ്റി ആയി, അല്ലെ പിന്നെ എന്താ ഹാർട്ട് ഓപ്പറേഷൻ പറയണ്ട, പിന്നെ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും, ഇതൊക്കെ നടത്തും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ? ഏത് രോഗത്തിന്റെ ഉത്ഭവം ഗട്ടിൽ നിന്നാണ്. ഗട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചെറുകുടലിന്റെയും വൻകുടലിന്റെയും, ആമാശയത്തില് ചെറുകുടലിന്റെയും വൻകുടലിന്റെയും ഇടയിൽ ആ ഭാഗത്തിനാണ് ഗട്ട് എന്ന് പറയുന്നത്. ആ ഭാഗം, അതായത് ആമാശയത്തിന്റെ ഗട്ട് ഹെൽത്ത്, ശരിക്കും പറഞ്ഞാൽ ഈ ഗട്ടാണ് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ബ്രെയിൻ തലച്ചോറിലാണ്, സെക്കൻഡ് ബ്രെയിൻ ഇരിക്കുന്നത് ഗട്ടിലാണ്. ഇവിടെ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പൾസസ്, മെസ്സേജസ് ആണ് നമ്മളെ ആരോഗ്യവാന്മാരാക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജും നെഗറ്റീവായി, അത് നമുക്ക് ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാവും. അപ്പൊ ഈ ഗട്ടിലാണ്, ഗട്ട് എന്ന് പറഞ്ഞാൽ 100 ബില്യൺ എങ്ങാണ്ടോ ന്യൂറോൺസ് മോളിലുണ്ടെങ്കിൽ താഴെയുള്ളത് ഗട്ടിലുള്ളത് 500 ട്രില്യൺ എങ്ങാണ്ടോ. നമ്മുടെ ശരീരത്തില് 50 to 100 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെന്നാവും. ഈ ഓരോ കോശങ്ങളിലും 10 വീതം ബാക്ടീരിയ ഉണ്ട്. അപ്പൊ 100 ട്രില്യൺ ഉണ്ടെങ്കിൽ 1000 ട്രില്യൺ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട്.
അത് ഏറ്റവും കൂടുതലുള്ളത് ഗട്ടിലാണ്. അവിടുത്തെ ബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടിയാൽ നിങ്ങളുടെ ആമാശയത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട പ്രവർത്തനം കാര്യക്ഷമമായിട്ടാവും. മോശം ബാക്ടീരിയയാണ്, നല്ല ബാക്ടീരിയയുടെ എണ്ണം കുറയുകയും മോശം ബാക്ടീരിയയുടെ എണ്ണം കൂടുകയും ചെയ്താൽ നിങ്ങൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആമാശയത്തിൽ ഇൻഡൈജഷൻ ഉണ്ടാവും, ദഹനത്തിന് പ്രശ്നം ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവും. അതോടൊപ്പം ഉണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസ് ബ്രെയിനിൽ പോവും. ആ ബ്രെയിനിന് കൊടുക്കുന്ന കമാൻഡ്സ് മുഴുവൻ നെഗറ്റീവായിരിക്കും. നിങ്ങൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അതോടുകൂടി ഉണ്ടാവും. അപ്പൊ ആരോഗ്യമുള്ള ഗട്ട് ഹെൽത്താണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മുടെ ആമാശയത്തിന്റെ ഭാഗമായിട്ടുള്ള ഗട്ട് ഹെൽത്തില് അത് ആരോഗ്യമുള്ളതല്ലെങ്കിൽ നമുക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പണ്ടത്തെ ആയുർവേദത്തിൽ പറയണ മനസ്സേഷു രോഗോത്ഭവം ഉത്തരേഷു രോഗവർദ്ധനം എന്ന് പറയാറുണ്ട്. പണ്ടത്തെ ആയുർവേദ ചികിത്സയിലൊക്കെ അതാണ് പ്രമാണം. അപ്പൊ ഈ ഗട്ടിന്റെ ബാക്ടീരിയയുടെ എണ്ണം കൂടും. ഈ പണ്ടത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഗട്ട് ഉണ്ടെന്നൊന്നും അവരില്ല. അവർ പറഞ്ഞു വയറ്റിലുള്ള പ്രശ്നമാണ് അവർ പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഒരു കോടിക്കണക്കിന് ബാക്ടീരിയ. അപ്പൊ ഈ നല്ല ബാക്ടീരിയക്ക് അവരുടെ ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പണ്ടത്തെ ആൾക്കാർ തൈര് കഴിച്ചിട്ട് വരും. സ്ഥിരമായിട്ട് തൈര് കഴിച്ചിരുന്നു. സ്ഥിരമായിട്ട് തൈര് നല്ല പ്രോബയോട്ടിക് ആണ്. അതായത് ഈ നല്ല ബാക്ടീരിയക്കുള്ള ഭക്ഷണമാണ് തൈര് എന്ന് പറഞ്ഞത്. ഇന്ന് തൈര് നല്ലത് കിട്ടുന്നില്ല, അത് വേറെ കാര്യം. കിട്ടുന്നത് തന്നെ ഈ ശങ്കരയിനം പശുക്കളിൽ നിന്നാണ്. അതിന്റെ മൂല്യം കുറവാണ്. അപ്പൊ അവർ നല്ല തൈര് കഴിച്ച് പണ്ടത്തെ ആൾക്കാർ കഴിച്ചിരുന്നു. ആ കഴിച്ച് പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയക്കുള്ള ഭക്ഷണമാണ്. അവരുടെ എണ്ണം വർദ്ധിക്കും, അവരുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കും. നമ്മുടെ ആമാശയത്തിന്റെ പ്രവർത്തനം നേരെയാവും, ദഹന പ്രക്രിയ നേരെയാവും, കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവില്ല. അതോടൊപ്പം ഇവിടുന്ന് കൊടുക്കുന്ന മെസ്സേജസ് പോസിറ്റീവ് ആയിരിക്കും ബ്രെയിനിൽ. അവിടുന്ന് കിട്ടുന്ന കമാൻഡ് വളരെ പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ആരോഗ്യം. അതുകൊണ്ടാണ് പണ്ടത്തെ ഇതിൽ പറഞ്ഞ ഉദരേഷു രോഗവർദ്ധനം എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, കോംബയോട്ടിക്സ്. അത് രണ്ടും കൂടി പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ആണ്. നല്ല ബാക്ടീരിയ ആണ്. ഒരു രണ്ട് ക്യാപ്സൂൾ, ഒരു ക്യാപ്സൂൾ അടങ്ങിയതാണ് കോംബയോട്ടിക്സ്. ഒന്ന് ഈ നല്ല ബാക്ടീരിയക്കുള്ള ഭക്ഷണം, വേറൊന്ന് ബാക്ടീരിയ, നല്ല ബാക്ടീരിയ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിക്കുന്നതോടുകൂടി ഗട്ടിന്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താം. കോംബയോട്ടിക്സ് കഴിച്ച്, അതും അലോവേര കൂടി കഴിച്ചാൽ സൂപ്പർ. അലോവേര കറ്റാർവാഴ നമുക്കറിയാം. നമ്മുടെ ആമാശയത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ അലോവേര, കറ്റാർവാഴ. കറ്റാർവാഴയുടെ ക്യാപ്സൂൾ നമുക്കുണ്ടല്ലോ. എന്ന് മാത്രമല്ല, പണ്ടത്തെ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അവർ ചവച്ചാണ് ഭക്ഷണം കഴിച്ചത്. ചവച്ച് ഭക്ഷണം കഴിക്കണം. നമുക്ക് പല്ല് തന്നിരിക്കണം, അതിന് വേണ്ടിയാണ്. We have to chew it at least 30 to 40 times. 30 മുതൽ 40 തവണ വരെ ചവച്ചാൽ മാത്രമേ, അതായത് നമ്മുടെ ദഹനത്തിന്റെ 50% കൂടുതൽ ദഹനം നടക്കേണ്ടത് വായിലാണ്. അങ്ങനെ ഇറക്കിയാലുള്ള ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ചവച്ചുകൊണ്ടിരിക്കുമ്പോ ഈ നാവിന്റെ അടിയിലുള്ള വെയിൻസിൽ കൂടിയുള്ള മെസ്സേജ് ബ്രെയിനിലെത്തും. ഈ കഴിക്കുന്നത് നല്ല ഭക്ഷണമാണോ മോശ ഭക്ഷണമാണോ എന്നുള്ള മെസ്സേജ് ബ്രെയിനിലെത്തും. അതിനുള്ള സമയം കൂടി വേണോ? അപ്പൊ 30 തവണ നിങ്ങൾ ചവച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മെസ്സേജ് എവിടെ എത്തും? ബ്രെയിനിലെത്തും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തില് എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ, ടോക്സിൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ട എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആമാശയത്തിലുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആമാശയത്തിന് കൽപ്പന കൊടുക്കും, മെസ്സേജ് കൊടുക്കും. അപ്പൊ ആ മെസ്സേജ് കൊടുക്കേണ്ട സമയമുണ്ട്.
അത് ഈ 30 തവണ ചവയ്ക്കുമ്പോഴേക്കും ആ മെസ്സേജ് അവിടെ എത്തും. അപ്പൊ ഇവിടെ മെഴുങ്ങാൻ പോലും നേരമില്ലാത്ത സമയത്താണ് ചവയ്ക്കാൻ പറയുന്നത്. ആര് ചവയ്ക്കാനാണ്? എവിടെ ചവയ്ക്കാൻ സമയം പോകും? ഹോട്ടലിലൊക്കെ പോയാൽ ചവയ്ക്കാൻ തന്നെ വരത്തില്ല. കാരണം നമ്മൾ കുറെ ആൾ വന്നു ഭക്ഷണം കഴിക്കുന്നത് സീറ്റിന് വേണ്ടി. ഇപ്പൊ നമ്മുടെ ആരോഗ്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, എന്റെ ആരോഗ്യം എന്റെ കൈകളിലാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാനത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചവച്ച് 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 ചവച്ചിറക്കണം. ചവച്ച് ചവച്ച് തന്നെ ഇറക്കണം. ഞാനൊരിക്കൽ കാസർഗോഡ് ഒരു സ്ഥലത്ത് ഈ വെൽനസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അവിടെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം ചവച്ച് ചവച്ചിറക്കണം. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ചൂ ഇറ്റ് ഫോർ 30 times. രണ്ടാമത് 2 മാസം ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കുമ്പോൾ ഒരാളെ എണീച്ചെന്ന് പറഞ്ഞു, അല്ല സാർ കഴിഞ്ഞ തവണ സാറ് പറഞ്ഞില്ല എന്നോട് 30 തവണ ചവയ്ക്കണം. ഞാനൊരു 10 തവണ ചവച്ചപ്പോഴേക്കും ഇറങ്ങിപ്പോയി. ഒരു കുഴപ്പമില്ല. അതിന്റെ അർത്ഥം യു മസ്റ്റ് ബി കോൺഷ്യസ് ദാറ്റ് ഐ മസ്റ്റ് ചൂ ഇറ്റ് ഫോർ 30 times. 30 തവണയെങ്കിലും ചവയ്ക്കണം എന്നുള്ള ബോധത്തോടു കൂടി ചവയ്ക്കണം. ചിലപ്പോൾ ഇറങ്ങിപ്പോ കുഴപ്പമൊന്നുമില്ല, നത്തിങ് ടു വറി. അപ്പൊ ചവച്ച് ചവച്ചിറക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാകുന്നു. പലപ്പോഴും നമുക്ക് ഈ ധാതുക്കളുടെ അഭാവമുണ്ട്. വെള്ളത്തിലൊക്കെ പണ്ട് വെള്ളത്തിലേക്ക് ഒരുപാട് ധാതുക്കളൊക്കെ കിട്ടിയിരുന്നു. ഇന്ന് നല്ല വെള്ളം കിട്ടുന്നില്ല. അഥവാ പൈപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന, സർക്കാരിന്റെ പൈപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളമാണെങ്കിൽ അത് ക്ലോറിനേറ്റഡ് വാട്ടർ ആയി. ധാതുക്കൾ ഉണ്ടാവില്ല, മിനറൽസ് കുറവായി. അപ്പൊ മിനറൽസ് കുറഞ്ഞു പോയാൽ നമ്മുടെ ശരീരത്തിൽ നിരവധി രോഗങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ എന്താ ഒരു പരിഹാരം? മിനറൽസ് മാത്രം നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊരു പ്രോഡക്റ്റ് ഉണ്ട്, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് 1 ലിറ്റർ വെള്ളത്തില് 7 തുള്ളി ഇട്ടാൽ മതി. 7 തുള്ളി. അങ്ങനെ 1 ലിറ്റർ വെള്ളം, അങ്ങനെ 2-3 ലിറ്റർ വെള്ളം ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട 84 മിനറൽസ്, നമുക്ക് ശരാശരി ഒരു 60 മിനറൽസ് എങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള വെള്ളമാവുള്ളൂ. അതായത് നമ്മുടെ ബോഡി ആൽക്കലൈ ആവും. ആൽക്കലൈ മീൻസ് ക്ഷാരാംശം കൂടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടിയാലാണ് രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ pH വാല്യൂ 7.43 നിൽക്കണം. അതിനെ ആൽക്കലൈസ് ചെയ്യണം. ആൽക്കലൈസ് ചെയ്യണമെങ്കിൽ എന്താ? ഈ മിനറൽസ് ഒക്കെ വേണം. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് ശരാശരി 20-30 മിനറൽസ് ഒക്കെ കിട്ടുള്ളൂ. അതൊരിക്കലും തികയില്ല. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 84 മിനറൽസ്. അത്ഭുതം എന്ന് പറഞ്ഞിട്ട് പല പല രോഗങ്ങൾക്കും ശമനം കിട്ടാൻ ഈ വെള്ളം മാത്രം മതി. കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. ഫാന്റാസ്റ്റിക് റിസൾട്ടാണ്. ഫാന്റാസ്റ്റിക് റിസൾട്ടാണ്. അപ്പൊ ആ മിനറൽ ഡ്രോപ്സ് നമ്മൾ കഴിക്കണം. 2 ലിറ്ററോ 3 ലിറ്ററോ ഡെയിലി കഴിക്കാൻ പറ്റിയാൽ ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് സഫീഷ്യന്റ് enough മിനറൽസ് യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദാറ്റ് വാട്ടർ. നിങ്ങൾ അതിന് ചെറിയ ചെലവേ വരുന്നുള്ളൂ. ആ ഒരു ബോട്ടിൽ മേടിച്ചാൽ 2 മാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ കോഹ്ലി ഒക്കെ ഒരു വെള്ളം കുടിക്കണമാണ് എപ്പോഴും. അത് മിനറൽ വാട്ടറാണ്. അതിന്റെ വില 800 രൂപയാണ്. 1 ലിറ്റർ വെള്ളത്തിന് 800 രൂപയാണ്. നമ്മുടെ ഈ മിനറൽ വാട്ടറിന്റെ വില ഒന്ന് ആലോചിച്ചൊക്കെ നമുക്ക് വരുന്നത് എത്രയാണ്? ചിലവ് വളരെ കുറച്ച് പൈസ വരും. ഇത്രയും കുറഞ്ഞ വിലക്ക് ഏതൊരു സാധാരണക്കാരനും മേടിച്ച് ആരോഗ്യമുള്ള ശരീരം നിലനിർത്താൻ വേണ്ട മിനറൽസ് ഒക്കെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് CMD, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. തീർച്ചയായിട്ടും നമ്മളത് പരിചയപ്പെടുത്തണം. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന നിരവധി ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. നമ്മളത് കഴിച്ച് അതിന്റെ അനുഭവം അറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. ഇന്ന് ആരോഗ്യ മേഖലയാണ് ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നത്. കാരണം വാണിജ്യവൽക്കരിക്കപ്പെട്ട ശുശ്രൂഷ സമ്പ്രദായം വാണിജ്യവൽക്കരിക്കപ്പെട്ടു. നമ്മളൊന്നും പിടിച്ചാൽ കിട്ടൂല. ഒരു സാധാരണക്കാരന് ഒരു ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് ചികിത്സ നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ല.
അതുമാതിരി തന്നെ നല്ല ആരോഗ്യത്തിന്റെ പ്രോട്ടീൻ വേണം. പ്രോട്ടീന്റെ അഭാവം, പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽസ് റെജുവിനേഷൻ നടക്കും, സെൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. സെല്ലുകൾ പ്രോട്ടീനുകളുടെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം, നിരവധി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം, നിരവധി എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ വേണം. ആര് പ്രോട്ടീൻ കഴിക്കുന്നത്? പ്രോട്ടീൻ കഴിക്കുന്നത് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലേ? നമ്മുടെ ഭക്ഷണത്തിന്റെ 80% കൂടുതൽ കാർബോഹൈഡ്രേറ്റാണ് കഴിക്കുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്ന് ഡയബറ്റിക് പേഷ്യൻസ് ആണ് 32%. ഇന്ത്യയിൽ തന്നെ 32% ആളുകൾ പ്രീ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്നോ. എന്താണ് കാരണം? They are consuming that much of carbohydrates and consumes less protein. പ്രോട്ടീന്റെ കണക്കനുസരിച്ചിട്ട് ഒരാളുടെ വെയിറ്റ് അനുസരിച്ച് അയാൾക്ക് 60 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 60 ഗ്രാം, ഇപ്പൊ അത് 1.5 വേണമെന്നോ, 1.5 എന്ന് പറയുമ്പോൾ 90 ഗ്രാം കഴിക്കാം. നേരത്തെയുള്ള കണക്ക് എങ്ങനെയാ വെച്ചാൽ 60 കിലോ ആണെങ്കിൽ 1 ഗ്രാം വെച്ച് 60 ഗ്രാം ആയിരുന്നു. ഇപ്പൊ അത് 1.5 ഗ്രാം കഴിക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആര് കഴിക്കുന്ന ഒരു മുട്ടയിൽ നിന്ന് 5 ഗ്രാമേ കിട്ടൂ. ധാന്യങ്ങളൊക്കെ ആര് കഴിക്കുന്ന? ധാന്യത്തിലൊക്കെ ഒരുപാടുണ്ട്. കടല, പരിപ്പ്, ഇതിലൊക്കെ ഉണ്ട്. ഇറച്ചി, ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ കഴിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് എന്ത് പറ്റി? നിരവധി ആൾക്കാരാണ് ഡയബറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരോഗ്യത്തിന് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സെൽ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ, സെൽ റെജുവിനേഷൻ നടക്കുള്ളൂ, സെല്ലുകളുടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇതൊക്കെ നടക്കുന്നത് പ്രോട്ടീനാണ്. ഇതിന്റെ ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ പല്ല്, മുടി, എല്ലാം ഇതിനൊക്കെ പ്രോട്ടീൻ വേണം. പണ്ടത്തെ ആൾക്കാരൊക്കെ 100 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളവരാണ്. ആരോഗ്യത്തോടെ, വെറുതെ ജീവിക്കലല്ല, ആരോഗ്യത്തോടു കൂടി ജീവിച്ചവരാണ്. അവർക്ക് തലവേദന വന്നാൽ അവരെന്താ ചെയ്യുന്നത്? എനിക്കൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അവര് തലവേദന വന്നാല് ചുക്ക് കാപ്പി കഴിക്കും. അന്ന് രാത്രി അത്താഴം കഴിക്കില്ല. പിറ്റേ ദിവസം ആ ഒരു പ്രശ്നം. എന്നാൽ ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാരെന്താ ചെയ്യുന്നത്? ഒരു തലവേദന ഒഴുകുമ്പോ അനാസിനോ അല്ലെങ്കിൽ പാരസെറ്റമോളോ എന്തെങ്കിലും എടുത്ത് കഴിക്കും. ആ മതിയും രാത്രി സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഫലമോ തലവേദന കൂടും, അത് കഫമായി മാറും, അത് ചുമയായി മാറും, പനിയാവും, ജലദോഷമാവും, പിന്നെ ആശുപത്രി എന്നെ ചേർന്നു. യഥാർത്ഥത്തിൽ പഴയ ആൾക്കാർക്ക് അറിയാൻ എന്റെ ആമാശയത്തില് ദഹന പ്രക്രിയയിൽ എന്തോ തകരാറുള്ളതുകൊണ്ടാണ് ഈ തലവേദന വന്നത് എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ചുക്ക് കാപ്പി കഴിക്കുകയും രാത്രി അത്താഴം കഴിക്കാതിരിക്കും, റെസ്റ്റ് കൊടുക്കണം, ആമാശയത്തിന് റെസ്റ്റ് കൊടുക്കുക. ഇന്നത്തെ ആൾക്കാർ അതൊന്നുമല്ല. ഒരു മരുന്ന് കഴിക്കാം, അതോടൊപ്പം സുഭിക്ഷമായിട്ട് കഴിക്കുക. അത് കൂടുതൽ ആമാശയത്തിന് ലോഡ് കൂടും, ഡൈജസ്റ്റീവ് എൻസൈംസിനൊക്കെ പ്രവർത്തിക്കാൻ പറ്റൂല. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? തലവേദന കൂടും, അത് കഫമുണ്ടാക്കും, ചുമയുണ്ടാക്കും, പനി വരും, ജലദോഷം വരും, വീണ്ടും വീണ്ടും ഈ പറഞ്ഞ കെമിക്കൽസ് മുഴുവൻ കഴിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് പഴയ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മളതൊക്കെ പഴഞ്ചനാണ്, അവർക്ക് എന്താണ് ഇപ്പോഴത്തെ മോഡേൺ ആയിട്ട് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയതാണ് നമ്മള്. പക്ഷെ ഇപ്പൊ അതിന്റെ പഠനങ്ങൾ നടക്കുമ്പോഴാണ് മനസ്സിലായത് അവര് നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരാണ്. അവർ 100 വയസ്സ് വരെ ആരോഗ്യത്തിലൂടെ ജീവിച്ചാണ്. ഇവിടെ 50 വയസ്സ് കഴിയുമ്പോ തന്നെ രോഗിയാവും. 1-2 രോഗമൊന്നുമല്ല, നിരവധി രോഗങ്ങളാണ്. അതുപോലെ പഴയ ആളുകള് എള്ളു കൊണ്ടുള്ള പലഹാരം അവർ കഴിക്കുമായിരുന്നു. ടീക്കുള്ള സ്നാക്സ് ഒക്കെ എള്ളു കൊണ്ടുള്ള പലഹാരങ്ങളായിരുന്നു. പഠനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കറുത്ത എള്ളില് കോപ്പർ, സിങ്ക്, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കറുത്ത എള്ളില്. അത് കാർട്ടിലേജിനെ ബലപ്പെടുത്തും. നമ്മുടെ എല്ലുകളുടെ കാർട്ടിലേജിനെ ബലപ്പെടുത്താൻ ഇതൊക്കെ സഹായിക്കും. ഹൃദയാഘാതത്തെ തടയും എള്ള്.
ചർമ്മരോഗം, ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും, വിളർച്ച ഒഴിവാക്കും. ഒരുപാട് ഇരുമ്പുള്ളതുകൊണ്ട് വിളർച്ച അനീമിക് ആവില്ല. എന്ന് മാത്രമല്ല, പുതിയ ഒരു പഠനം പറയുന്നത് റെഗുലർ ആയിട്ട് ഈ എള്ള് കഴിക്കുന്നവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇലാസ്റ്റിസിറ്റി കുറയുന്ന, അതായത് ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്കും ചിലവർക്ക് രാത്രിയൊക്കെ ഒരു 3 or 4 തവണ മൂത്രമൊഴിക്കാൻ പോകും. അതിനെ തടയാനുള്ള ശേഷി എന്തിനുണ്ട്? എള്ളിനിടുന്നവരാണ്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയും. നമ്മൾ അതിന് കൊടുക്കുന്ന 1-2 പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അറിയാം. ശതാവരി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, ഫ്ലാക്സ്. ഫ്ലാക്സ് സീഡൊക്കെ ഇത് നല്ലതാണ് പറയാനായിട്ട്. അതുപോലെ പണ്ടത്തെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് മുതിര. മുതിര കഴിക്കുമായിരുന്നു. മുതിരയിൽ വളരെയധികം പ്രോട്ടീൻ ഉണ്ട്, വളരെയധികം പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവർക്ക് ആരോഗ്യം, എല്ലുകൾക്ക് ബലം ഉണ്ടായിരുന്നു, അവരുടെ ആരോഗ്യം, അവരുടെ മസിൽസിനൊക്കെ നല്ല പവർ ഉണ്ടായിരുന്നു. ഒരു ആരോഗ്യവന്മാര് കുതിര കഴിക്കുന്നു. നമുക്കറിയാലോ, കുതിരക്ക് കൊടുക്കുന്ന മുതിരയല്ലേ. കുതിര ശക്തി എന്നൊക്കെ പറയുന്ന മുതിര കഴിച്ചിട്ടുള്ള കുതിരക്ക് കുതിരശക്തി ഉണ്ടാവുന്നു. എന്ന് മാത്രമല്ല, മുതിര കഴിച്ച് ശരീരം ചൂടാവുമ്പോൾ ചെറുപയർ കഴിക്കും. ചെറുപയർ കഴിച്ച് ശരീരത്തെ തണുപ്പിക്കും. കുമ്പളങ്ങ കഴിക്കും, തണുപ്പാണ്. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്ന, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിരുന്നതാണ്. ഇന്ന് ആര് മുതിര കഴിക്കുന്നു? അതുമാതിരി തന്നെ പണ്ടത്തെ ആൾക്കാർ ആവണക്കെണ്ണ കുട്ടികളുടെ ചെവിയുടെ ഇരുഭാഗത്തും പിൻഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് അറിയാം, മലശോധന സുഗമമാക്കാനായിട്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവല്ലോ, കുട്ടികൾക്ക് മലബന്ധം ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളുടെ ചെവിയുടെ പിൻവശത്ത് ആവണക്കെണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കുമായിരുന്നു. ഇന്ന് ആര്? നമ്മുടെയൊക്കെ, എന്റെയൊക്കെ ചെറുപ്പത്തില് മാസത്തിൽ 2 മാസം കൂടുമ്പോ നമുക്ക് ഈ ആവണക്കെണ്ണ തോന്നും. എന്തായാലും ശോധന പെർഫെക്റ്റ് ആണ്. ഇന്ന് ആരത് കയർ ചെയ്യുന്നു? ഇന്ന് ഭൂരിപക്ഷം ആൾക്കാർക്കും കോൺസ്റ്റിപ്പേഷൻ ആണ്, മലബന്ധം. അത് തുടക്കമാണ്. മലബന്ധം എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് മറ്റു രോഗങ്ങൾ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇന്ന് വയറിളക്കുന്ന സമ്പ്രദായം ഇല്ലല്ലോ. അപ്പൊ ഇന്നെല്ലാം മോഡേൺ ആയിപ്പോയി, എല്ലാം മോഡേൺ ആയി. പഴഞ്ചൻ എന്നൊക്കെ പഴമക്കാരുടെ ഈ നല്ല നല്ല ജീവിത ശൈലികളൊക്കെ നമ്മൾ പഴഞ്ചനാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയതിന്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മോഡേൺ മെഡിസിനിലെ വക്താക്കൾ പറയുന്നതാണ്, എവരി ഇൽ ഹാസ് എ പിൽ. ഏത് രോഗത്തിനും ഒരു മരുന്നുണ്ടെന്നാണ്. എവരി ഇൽ ഹാസ് എ പിൽ. ബഹുഭൂരിപക്ഷം ആളുകളും കെമിക്കൽ ഡ്രഗിന്റെ അടിമകളായി തീർന്നിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം ആൾക്കാരും. എന്നാൽ ഡോക്ടർ BM ഹെഗ്ഡെ, അദ്ദേഹം മുൻ മണിപ്പാൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. എമിനന്റ് കാർഡിയോളജിസ്റ്റ് ആണ്. അയാൾക്ക് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, നിരവധി അവാർഡുകൾ കിട്ടിയ വ്യക്തിയാണ്. ഇന്നും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അദ്ദേഹം ക്ലാസ് എടുക്കുന്ന പോയിട്ട്, യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ അറിയാം? അദ്ദേഹം പറയുന്നു, എവരി പിൽ ഹാസ് എൻ ഇൽ എന്നാണ്. മോഡേൺ മെഡിസിൻ പറയുന്നത് എന്താണ്? എവരി ഹിൽ ഹാസ് എ പിൽ. ഏത് രോഗത്തിനും ഒരു ഗുളികയുണ്ട് എന്നാണ്. ഇദ്ദേഹം പറയുന്നു, ഓരോ ഗുളികയ്ക്കും ഒരു രോഗം ഉണ്ടെന്നാണ്. നിങ്ങളൊരു ഗുളിക കഴിച്ചാൽ യാതൊരു സംശയം വേണ്ട, അതിന് വേറെ രോഗം. ഇതാരാ പറഞ്ഞ? എമിനന്റ് കാർഡിയോളജിസ്റ്റ് ആണ്. മണിപ്പാൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. നിരവധി യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമാണിത് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാ, അമിതമായിട്ടുള്ള കെമിക്കൽ ഡ്രഗ്സിന്റെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ നമ്മളൊക്കെ നിത്യരോഗികളാവാനുള്ള സാധ്യത കൂടുതലാണ്. നിത്യരോഗികളാവും. സത്യം പറഞ്ഞാൽ ഇപ്പൊ നിത്യരോഗികളാണല്ലോ എല്ലാവരും. ഒന്നിനു വേണ്ടി കഴിക്കും. നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയാലും ശരി, പ്രഷറുള്ള ആദ്യം ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ ഗുളിക കൊടുക്കും, 15 ദിവസം കഴിക്കാൻ പറയും. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും, 30 ദിവസം കഴിക്കാൻ പറയും. പിന്നെ പറയും അത് 60 ദിവസം കഴിക്കാൻ പറയും. പിന്നെ പറയും 90 ദിവസം കഴിക്കാൻ പറയും. പിന്നെ പോകുമ്പോൾ പറയും നിർത്തരുത് എന്ന് പറയും.
അതെങ്ങനെ ചികിത്സയാവുന്നത്? പണ്ടൊക്കെ ചികിത്സ എന്ന് പറഞ്ഞാല് ഒരു രോഗി ഒരു ഡോക്ടറോട് പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് ഒരു ഗുളിക കൊടുക്കും, അല്ല മരുന്ന് കൊടുക്കും. അടുത്ത ആഴ്ച വരാൻ പറയും. അടുത്ത ആഴ്ച അദ്ദേഹം വീണ്ടും പരിശോധിച്ചോളൂ, നിങ്ങൾക്ക് വളരെ കുറവുണ്ട്, അതൊരു 3 ദിവസം കൊണ്ട് കഴിക്കാൻ പറയും. 3 ദിവസം കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. പരിശോധിച്ച് പറയും, നിങ്ങൾക്ക് രോഗമൊന്നുമില്ല, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, ഇനി കഴിക്കണ്ട. ഇതിനെയാണ് നമ്മൾ ചികിത്സ എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് ചികിത്സയല്ലല്ലോ നടക്കുന്നത്, ക്രോണിക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിത്യരോഗിയായി മാറുന്ന ഒരു സമ്പ്രദായം. അതിനെയും ചികിത്സ എന്നാണ് വിളിക്കുന്നത്. ശരിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചികിത്സയാണോ അത്? അല്ല. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മുടെ ആരോഗ്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നമ്മളും ഇതേമാതിരി നിത്യരോഗിയായിട്ട് ദുരിതം അനുഭവിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭയങ്കര അപകടം പിടിച്ചൊരു കാലം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്, ക്വാണ്ടം തെറാപ്പി ഫിസിക്സിൽ ഒരു സബ്ജക്റ്റാണ്. ഞാൻ എൻ്റെ കോളേജില് എന്റെ സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. അന്ന് ഞാൻ ഈ പ്രപഞ്ച രഹസ്യത്തിന്റെ ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് കോമ്പൻസേഷൻ, അങ്ങനെ പലതും നമ്മൾ പഠിച്ചു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇന്നാണ് അതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്. അന്നും ക്വാണ്ടം ഫിസിക്സ് ഉണ്ടായിരുന്നു. ഞാനത് പഠിച്ചിങ്ങനെ ബുക്ക് വായിച്ചു പോയി എന്നല്ലാണ്ട് അന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇന്നാണ് മനസ്സിലായത് ക്വാണ്ടം ഫിസിക്സ് ഈസ് ദ റിയൽ ഫിസിക്സ് വിച്ച് ഈസ് ഗോയിങ് ടു ബി എസ്റ്റാബ്ലിഷ് ഇൻ ഫ്യൂച്ചർ. ക്വാണ്ടം തെറാപ്പി എനർജി ട്രീറ്റ്മെന്റ് ആണ്. ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എനർജി ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെയൊക്കെ ഒരു ചെറിയ വകഭേദമാണ് ഈ റെയ്ക്കി, പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാൽ ക്വാണ്ടം സീറോ ഹോൾ യൂണിവേഴ്സ് ഈസ് എനർജി എന്നാണ്. The whole universe is energy. There is no matter at all. Matter is energy. Matter എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് ഇങ്ങനെ ഈ സെല്ലുകൾ ഇങ്ങനെ എനർജി ഊർജ തരംഗങ്ങളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ തരംഗങ്ങളാണ്. ഇവിടെ മാറ്റർ മുഴുവൻ ഊർജ തരംഗങ്ങൾ. ഈ മേശയായാലും ശരി, ചെയറായാലും ശരി, ഫാനായാലും ശരി, അതൊക്കെ ഊർജ തരംഗങ്ങളാണ്. അപ്പൊ ഈ ഊർജ തരംഗത്തിന്റെ ചികിത്സ ഒരു ചെറിയൊരു ഇംഗ്ലണ്ടിൽ നടന്ന സംഭവം. ഇംഗ്ലണ്ടില് ഭാര്യയും ഭർത്താവും സയന്റിസ്റ്റാണ്. പ്രഗത്ഭരായിട്ടുള്ള, സാധാരണ സയന്റിസ്റ്റ് അല്ല, പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റാണ്. അവര് ലോകപ്രശസ്തരാണ്. അവരുടെ മകന് 19 വയസ്സായപ്പോ ഒരു അസുഖം വന്നു. അവരുടെ ബ്രെയിനിന്റെ ന്യൂറോൺ സെൽസ് കുറഞ്ഞു വരുന്നു, ഡാമേജ് ആയിട്ട് വരുന്നു. അവന്റെ ശരീരം സോളിച്ചു വരുന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ആരോഗ്യം ഇങ്ങനെ ദിവസം തോറും ക്ഷയിച്ചു വരും. അവർ ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചു, ഏറ്റവും നല്ല ആശുപത്രി കൊണ്ട് പരിശോധിപ്പിച്ചു. അവര് വിധി എഴുതി, ഇതിന് മരുന്നില്ല, ഇങ്ങനെ ഈ ബ്രെയിനിന്റെ ന്യൂറോൺ സെൽ നശിച്ചു പോയി, അവൻ മരണപ്പെടും. ഇവർ ഈ കുട്ടിയെ കൊണ്ട് അമേരിക്കയിൽ പോയി, ജർമ്മനിയിൽ പോയി, ഫ്രാൻസിൽ പോയി. അവർ പ്രശസ്തരായതുകൊണ്ട് അവർക്ക് പല പ്രശസ്ത ഡോക്ടേഴ്സിനെ അറിയാം. അവരെല്ലാവരും വിധി എഴുതി, ഈ കുട്ടി ബ്രെയിനിന്റെ ന്യൂറോൺ സെൽസ് ഇങ്ങനെ നശിച്ച് ആരോഗ്യം സൂക്ഷിച്ച് മരണപ്പെടും. അതിനെ തിരിച്ചു കൊണ്ടുവന്നു വീട്ടില്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്ത്, ഒരു കർഷകനാണ്, അയാളുടെ വീട്ടില് ഒരു സൗഹൃദ സന്ദർശനത്തിന് വന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങളുടെ മകന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അപ്പൊ അവര് പറഞ്ഞു, വളരെ ദയനീയമാണ്, എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്നുള്ളത്. അപ്പൊ ഇയാളൊരു കർഷകനും കൂടിയാണ് വന്ന ഈ സുഹൃത്ത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ടിപ്പ് പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിക്കാം. എന്താ ഇയാൾ ടിപ്പ് പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ ഗാർഡനിൽ, അതായത് നിങ്ങളുടെ പൂന്തോട്ടത്തിലുള്ള ഏറ്റവും നല്ലൊരു മരം കഴിഞ്ഞിട്ട് ആ മരത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനായിട്ട് ഈ പയ്യനോട് പറയണം, ഇയാളുടെ മകനോട് പറയണം. കാരണം അവിടെ നിന്ന് കിട്ടുന്ന എനർജി ഇവന്റെ എനർജിയെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ പോയി. ഇവര് ചിരിച്ചു. കാരണം വെച്ചാൽ വലിയ സയന്റിസ്റ്റ് ആണ്, ലോകപ്രശസ്ത സയന്റിസ്റ്റ് ആണ്. ലോകത്തുള്ള നല്ല ഡോക്ടേഴ്സിനെ കാണിച്ച് വിധി റിസൾട്ട് മേടിച്ച് വന്ന വാസിയാണ്. അപ്പൊ ഈ കർഷകൻ പറഞ്ഞൊന്നും ശ്രദ്ധിച്ചില്ല.
പക്ഷേ ഈ രോഗി, ഈ കുട്ടി, അദ്ദേഹത്തിന്റെ അവന്റെ മുറിയിൽ ഇരുന്നിട്ട് ഈ കർഷകൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് തന്നെ എണീച്ചു. ഇദ്ദേഹം പറഞ്ഞ മാതിരി വാല് തുറന്ന് ഇവന്റെ പൂന്തോട്ടത്തിലുള്ള നല്ലൊരു മരം അവൻ തെരഞ്ഞെടുത്തു. ആ മരത്തിന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവനിൽ പല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇവൻ പരസഹായം ഇല്ലാണ്ട് ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നത് ചോദിച്ചു മേടിച്ച് കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം രുചിയുള്ള ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. അവൻ പതുക്കെ പതുക്കെ പകലും നടന്ന് ഗാർഡനിൽ പോകാൻ തുടങ്ങി. ഈ മാറ്റങ്ങളൊക്കെ ഇവർ ഈ 2 സയന്റിസ്റ്റും കണ്ടുകൊണ്ടിരിക്കും. ഇവരെന്താ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരുന്നത്? ഇവൻ എപ്പോഴും എപ്പോ വേണമെങ്കിലും മരിക്കാന്നാണല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇവർക്കൊരു പിടിയും കിട്ടിയില്ല. ഒരു 6 മാസം 4 മാസം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോഴോ ഒരു ദിവസം രാവിലെ ഈ ഭാര്യയും ഭർത്താവും കിടക്കുന്നത് സയന്റിസ്റ്റ് മുകളിലാണ്. ഈ സയന്റിസ്റ്റ് വാതില് തുറന്ന് നോക്കിയപ്പോ താഴെ ലൈറ്റ് കാണുന്നിട്ട് വാതില് തുറന്നു നോക്കുന്നു. ഇവൻ ചെന്ന് പുറത്ത് നോക്കിയപ്പോ ഈ മകൻ ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, നീ എന്താ കാണിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഞാൻ എത്ര മാസം ഇത് ചെയ്യുന്നു? എന്റെ ആരോഗ്യത്തിന് മാറ്റം വന്നിട്ടില്ലേ? ഞാൻ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ ഇത് അറിയുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ചോദിക്കുക. എന്തിനു പറയുന്നു? ചുരുക്കി പറഞ്ഞാൽ ഒരു 9-10 മാസം കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു പോകും, ന്യൂറോൺ സെൽസ് ഒക്കെ ഡാമേജ് ആയി മരിച്ചു പോകും എന്ന് വിധി എഴുതിയ പ്രശസ്ത ഡോക്ടർമാർ, ലോകത്തുള്ള പ്രശസ്ത ഡോക്ടർമാർ വിധി എഴുതിയ ഈ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവിടെ ജീവിക്കാൻ തുടങ്ങി. അന്ന് ഈ സയന്റിസ്റ്റ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ബ്ലൈൻഡഡ് ബൈ സയൻസ് ബൈ മാത്യു സ്റ്റീഫൻസൺ. ബ്ലൈൻഡഡ് ബൈ സയൻസ്. ആലോചിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ അത് വായിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ താളം നിലനിർത്തിയാൽ നമുക്ക് ആരോഗ്യത്തോട് ജീവിക്കാൻ പറ്റും. ദ ഹോൾ ബോഡി ഈസ് തെറാപ്പി. ഇതിനൊരു താളമുണ്ട്. ഇതിന്റെ ഇംബാലൻസ് ആണ്. ഇംബാലൻസ് ഓഫ് എനർജി വിത്തിൻ ദ ബോഡി ഈസ് ദ മെയിൻ കോസ് ഓഫ് എനി ഡിസീസ്. ഇംബാലൻസ് ഓഫ് എനർജി വിത്തിൻ ദ ബോഡി ഈസ് ദ മെയിൻ കോസ് ഓഫ് എനി ഡിസീസ്. നിങ്ങൾ ശുദ്ധമായിട്ടുള്ള വെള്ളം ഒരു 2-3 ലിറ്റർ കഴിക്കണം. ഫ്ലോ ഉണ്ടാവണം ശരീരത്തിൽ. മിതാഹാരം പ്രാക്ടീസ് ചെയ്യണം. ട്രാൻസ് ഫാറ്റ് ഉപയോഗിക്കരുത്. മോശമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കരുത്. ഡാൽഡ, പക്കാവ്, അതുപോലെ റീസൈക്ലിംഗ് ഓഫ് ഓയിൽ. എണ്ണ രണ്ടാമത് ചൂടാക്കുന്ന അത് വിഷമാണ്. whenever you are getting an opportunity to walk, നടക്കുക. The best exercise is walking. അമിതമായിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗം കുറയ്ക്കുക. മസിലിന്റെ ആരോഗ്യം നിലനിർത്തുക. വൈറ്റമിൻ B12 ഈസ് വെരി ഗുഡ് ഫോർ ദാറ്റ്. നമ്മുടെ മസിലിന്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയബറ്റീസ് ഉണ്ടാവില്ല. ഒരു ഡയബറ്റീസും അല്ല. പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗം കുറയ്ക്കുക. പക്ഷെ തൈര് കഴിക്കാതെ പറയുന്നുണ്ട്. റീസൈക്ലിംഗ് ഓഫ് ഓയിൽ, അതായത് എണ്ണ രണ്ടാമത് ചൂടാക്കുന്നത്. ഷുഗർ, പഞ്ചസാര കുറയ്ക്കുക. കോള പോലെയുള്ള സാധനങ്ങൾ കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക. ഈ ബ്ലൂ സോണിലുള്ള ആൾക്കാർ, ബ്ലൂ സോൺ എന്ന് പറഞ്ഞാൽ ഓക്കിനാവ ജപ്പാനില്, സിസിലിയ, ഗ്രീസ്, കാലിഫോർണിയ, അവിടെയൊക്കെയുള്ള ബ്ലൂ സോണിലുള്ള ആൾക്കാരുടെ ഏജ് എത്രയാണ്? 140 വയസ്സ് വരെ അവർ ജീവിക്കുന്നു. ആരോഗ്യത്തോട് ജീവിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ജീവിച്ചുകൂടാ? 1980 നമ്മുടെ ആവറേജ് വയസ്സ് 48 ഇന്ന് 72 നമ്മുടെ ആയുസ്. ആവറേജ് എന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ 100 വയസ്സിൽ കൂടുതൽ ജീവിക്കുന്നുണ്ടെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിരവധി ആൾക്കാർ 100 വയസ്സ് വരെ ജീവിക്കും. സംശയമൊന്നും വേണ്ട. ഇന്ത്യയുടെ ഇപ്പൊ ആവറേജ് ഏജ് is 72. That means more people are living for 100 years, passing 100 years. 100 വർഷം ജീവിക്കുന്നു. അപ്പൊ നമ്മൾ 100 വർഷം ജീവിക്കുന്നത്, 140 വർഷം ജീവിക്കുന്നവരുടെ പ്രക്രിയ അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്? അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്റ്റാപ്പിൾ ഫുഡ്, നിത്യ ഭക്ഷണം എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടാറ്റോ. നമുക്ക് എവിടെയൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോ കിട്ടുമ്പോൾ നിങ്ങൾ അത് കഴിക്കണം. അതിൽ വളരെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. പലർക്കുള്ള സംശയം എന്താ വെച്ചാൽ അതിൽ മധുരമില്ല. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്.
ഒരുപാട് നാരുകളുണ്ട്, ഒരുപാട് നാരുകളുണ്ട്. മധുരക്കിഴങ്ങിനെ കുറിച്ച് മാത്രം ഞാനൊരു സെഷൻ നടത്തിയിട്ടുണ്ട് ഒരു മണിക്കൂർ. അതുപോലെ സീഡ്സ്, സ്പൈലിന, കടലിൽ നിന്ന് കിട്ടുന്ന പായലല്ലേ, ഏറ്റവും നല്ല സപ്ലിമെന്റ് ആണ്, ഏറ്റവും നല്ല സപ്ലിമെന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഊർജോത്പാദനം, മൈറ്റോകോൺട്രിയ, നമ്മുടെ സെല്ലുകളിലുള്ള അടുപ്പാണത്. അവിടെ നിന്നാണ് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. നമുക്ക് വേണ്ട ഊർജ്ജം മുഴുവൻ ഉത്പാദിപ്പിക്കുന്ന അവിടെ ആ മൈറ്റോകോൺട്രിയ. അവിടെ സെല്ലുകളിലുള്ള അടുപ്പ് പ്രവർത്തിക്കാൻ വേണ്ട സപ്ലിമെന്റ് ആണ് സെൽ പവർ. കോക്യൂട്ടൻ, നോനി എന്നിവ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും. അങ്ങനെ എനർജി ലെവൽ കൂടി വരുമ്പോഴേക്കും എന്താ വെച്ചാല് നമ്മുടെ എനർജിയുടെ ഫ്ലോ സുഖമായിരിക്കും, ഇംബാലൻസ് ഉണ്ടാവില്ല, ബാലൻസ് ആയിട്ട് അത് പോയിക്കൊള്ളും. നമുക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയണ അസുഖങ്ങളും വരില്ല. നമുക്കും 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താ വെച്ചാൽ നമ്മൾക്ക് കിട്ടിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂട്രാസിറ്റിക്കൽ ഉത്പാദിപ്പിക്കുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയത് ആ പ്രപഞ്ച ശക്തി നമ്മളെ ചുമതലപ്പെടുത്തിയതുകൊണ്ടാണ്. ആ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടാണ്. ബ്ലെസ്സിങ്സ് ഉള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വരാൻ പറ്റുള്ളൂ, അവർക്ക് വരാൻ പറ്റില്ല. അത്ര നല്ല അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് വരാം. എല്ലാവർക്കും ഇതിൽ കയറി ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നല്ല ബ്ലെസ്സിങ്. എന്താ നമ്മുടെ ആരുടെ ആരോഗ്യമാണ്? സമൂഹത്തിന്റെ ആരോഗ്യമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. അങ്ങനെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഏറ്റവും നല്ല ന്യൂട്രാസിറ്റിക്കൽസ് പരിചയം. ഞാൻ തന്നെ ഇതിനകത്ത് വന്നതെന്ന് തോന്നാൻ എന്റെ ഭാര്യ കടന്നുപോയതാണ്. നട്ടലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് എന്റെ പഴയ സുഹൃത്ത് ഒരു ഗ്ലൂക്കോസാമിനും കാൽസ്യം കൂടി തരുന്നത് കഴിച്ചു നോക്കാൻ പറ്റും. 24 ദിവസം കഴിഞ്ഞപ്പോ കിടന്നുപോയ എന്റെ മിസ്സിസ് നടന്ന അടുക്കളയിൽ പോയി. ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ ഇതിലോട്ട് വരാൻ താല്പര്യപ്പെടുത്തിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഒറ്റ ഒരു കാരണമാണ്. അപ്പൊ എത്ര സൂപ്പർ പ്രോഡക്ട്സ് ആണ് നമ്മുടെ കയ്യിൽ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇത് ചെയ്യുക. കാരണം ഇതൊരു സേവനമാണ് സമൂഹത്തിന്. ഒരു രാജ്യത്തിന്റെ ആരോഗ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ ഉപയോഗിക്കാൻ നോക്കാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഞാനിവിടെ 1 മണിക്കൂറായി. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, കാരണം പലർക്കും ഒരുപാട് തിരക്കുകളുണ്ടായിരിക്കും. എനിക്ക് ഇത്രേ പറയുള്ളൂ, എന്റെ ആരോഗ്യം എന്റെ കൈകളിലാണ്. ഭക്ഷണമാണ് മരുന്ന്. ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ട് ന്യൂട്രാസിറ്റികൾ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ന്യൂട്രാസിറ്റിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ന്യൂട്രാസിറ്റികൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഭാഗമാകാൻ സാധിച്ചത് ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ്, നമ്മുടെ നിയോഗമാണ്. നമ്മളത് കാര്യക്ഷമതയോടുകൂടി ശ്രദ്ധയോടുകൂടി വളരെ ഉത്തരവാദിത്തോടുകൂടി ചെയ്താൽ സമൂഹത്തിന് നന്മ കിട്ടും, നമ്മൾക്കും നന്മ കിട്ടും, നമുക്ക് ആരോഗ്യം സമ്പത്തും കിട്ടും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്ന ബാലു സാറിന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും പേരിലെ ഞാൻ ഒരിക്കലും കൂടി വലിയൊരു താങ്ക്സ് പറയാണ്. അദ്ദേഹത്തെ പോലെ അതും ശ്രീലങ്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ വെൽനസ് ഗുരു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ബാലു സാറിനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ലഭിച്ചതിന് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണല്ലേ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ശാരീരിക പ്രയാസങ്ങൾക്കും നമുക്കൊരു പരിഹാരമാണ് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ വെൽനസ് പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്രയും നോളജ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് അത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇത്ര ആപ്റ്റ് ആയിട്ടുള്ള വേറൊരാളില്ല എന്ന് തന്നെ പറയും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിട്ട് വെറും 3 മാസം മാത്രമേ ആവുന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ ഞാൻ പല വിശിഷ്ട അതിഥികളെയും എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു സെഷൻ എനിക്ക് ബാലു സാറിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം തന്ന വിന്നിംഗ് ടീമിനോടും അതുപോലെ തന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഞാൻ വലിയൊരു താങ്ക്സ് പറയുകയാണ്. ഞാനും ഇതുപോലെ ശാരീരിക പ്രയാസം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. 8 മാസം വരെ സാർ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസമൈനും ഫ്ലാക്സ് ഓയിലും CMD ഒക്കെ കഴിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു മാസം കൂടി എനിക്ക് എന്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷൻ കേൾക്കാൻ വന്ന എല്ലാവരോടും വലിയൊരു കൺഗ്രാറ്റുലേഷൻ പറയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.